Hi everyone, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ മാത്രമല്ല വീട്ടിലെല്ലാവരുടെയും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ജ്യൂസാണിത്. സാധാരണ കുറച്ച് കട്ടിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ നോമ്പൊരിക്കാൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊരു ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു 4 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് ജ്യൂസ് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ ഒരു 2 കപ്പ് നല്ല കട്ടയായിട്ടുള്ള ഫ്രീസ് ചെയ്തിട്ടുള്ള പാല് തിളപ്പിച്ചിട്ടോ അല്ലാതെ ഉപയോഗിക്കാം. ഞാനിവിടെ തിളപ്പിച്ചിട്ട് കട്ടയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നമുക്കൊരു മിക്സറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള പാല് അതേ ജ്യൂസിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ജ്യൂസ് റെഡി ആവേണ്ടത്. ഇഫ്താറിനൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവശ്യമുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ഗാർണിഷിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇഫ്താറിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.